ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസിൻ്റെ മറ്റൊരു പുതുപുതൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കഴിഞ്ഞ എൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന്. ഞാനിപ്പോൾ ഓഖയിലാണ്. ഗുജറാത്തിൻ്റെ വെസ്റ്റേൺ എൻഡിലുള്ളൊരു നഗരമാണ്, ചെറിയൊരു പട്ടണമാണ് ഓഖ. ഓഖയിൽ നിന്നും എറണാകുളത്തേക്കുള്ള 16337 ഓഖ എറണാകുളം എക്സ്പ്രസ്സിനൊരു റൈഡാണ്. എൻഡ് ടു എൻഡ് അല്ല, കോഴിക്കോട് വരെയുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് തന്നെ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോകാം. ഇതാണ് സ്റ്റേഷൻ. ഇതിൻ്റെ ഡേ ടൈം വിഷ്വൽസൊക്കെ പ്രീവിയസ് വീഡിയോസിലുള്ളതാണ്. ഞാൻ വീണ്ടും ബോർഡടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടുപിടിച്ച് നമുക്ക് പതുക്കെ വണ്ടിയിലോട്ട് അങ്ങ് പോയേക്കാം. ഇതാണ് സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറോ എൻക്വയറി കൗണ്ടറോ ഒന്നും തുറന്നിട്ടില്ല. സമയം ഇപ്പോൾ 6 മണി കൃത്യം. 6:45 നമ്മുടെ വണ്ടി പോകേണ്ടത്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 2ലാണ് വന്നിട്ടിരിക്കുന്നത്. ജനറേറ്റർ ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാം. പ്ലാറ്റ്ഫോം 2ലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി പോകണം. ഇവിടെ ഒരു വാപ്പ് 7 ഉണ്ട്, ഒരു DG4G റോസ ഷെഡിൻ്റെ ഉണ്ട്. ഏതോ ട്രെയിൻ ഇപ്പോൾ അറൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ നടന്നു വരുന്നത് കാണാം. ഞാനിങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഒരു ഹോണടിയും കേട്ടായിരുന്നു. അപ്പോൾ നമുക്കെന്നാൽ വേഗം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയേക്കാം. ഓഖ സ്റ്റേഷനിൽ ലിഫ്റ്റിൻ്റെ അവസ്ഥ കേട്ടോ, തുപ്പി വെച്ചിരിക്കുന്നതാണ്. തുപ്പിയിട്ടുണ്ട്, ആ തുപ്പലുകൊണ്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എന്ത് മനുഷ്യരാ നോക്കണേ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. സ്വച്ഛ ഭാരത് എന്നൊന്നും സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. യാത്രക്കാർ അതിനനുസരിച്ച് മാറണം, ആൾക്കാരനുസരിച്ച് മാറണം. നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത് പ്ലാറ്റ്ഫോം 2-ൽ. ഈ കൊച്ചുളപ്പം അങ്ങനത്തെ ഡിപ്പാർച്ചറൊക്കെ നമുക്ക് പ്ലാറ്റ്ഫോം 1-ൽ നിന്ന് എടുത്തൂടെ, വെറുതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇതാണ് ഓഖ സ്റ്റേഷൻ. ആ കാണുന്ന പിറ്റ് ലൈനും അങ്ങേരുടെ ഷെഡ് പോലെ കാണുന്നതാണ് ഇവരുടെ കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോ. സമയം ഇപ്പോൾ 6:10 പ്ലാറ്റ്ഫോമിൽ കട ഓപ്പൺ ആകുന്നുണ്ട്. ഞാനൊരു ചായ കുടിച്ചു. അവരിവിടെ ഫുൾ ചായ എന്ന് പറഞ്ഞ ചായ ആയിരുന്നുണ്ട്, മറ്റേ കണ്ണാടി ഗ്ലാസ്സിലും നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ. പക്ഷെ നല്ല മധുരമാണ്, നല്ലോണം ഇഞ്ചി ഇലക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഫുള്ളിന് 20 രൂപയാണ് ഇവിടെ. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് രാജ്കോട്ട് വരാവൽ പാസഞ്ചറാണ്. ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നു എന്ന് പറഞ്ഞ ട്രെയിൻ. ലെഫ്റ്റ് കിടക്കുന്ന നമ്മുടെ വണ്ടിയാണ്. ഇതൊരു ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. അങ്ങനെ നടന്ന് നമ്മൾ ഫ്രണ്ടിലെത്താറായി. ഏറ്റവും ഫ്രണ്ടിലാണ്, അതായത് എഞ്ചിനിൽ നിന്ന് 4ാമത്തെ കോച്ചാണ് നമ്മുടെ A1 കോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നടന്ന ഇപ്പോൾ B1 ആണിത്. തൊട്ടപ്പുറത്തിലാണ് A1. ആകെ 3 AC കോച്ചുള്ളൂ ഈ റേക്കിൽ. 2 3 ടയറും ഒരു 2 ടയറും 12 സ്ലീപ്പറും. ഒരു പ്രത്യേകതരം LHB റേക്കാണിത്. എൻ്റെ സീറ്റ് നമ്പർ 1 1 അങ്ങേയറ്റതാണ്. അവിടെ ഡോർ ഓപ്പൺ, നമുക്ക് അതുവരെയും കയറിയേക്കാം. ഇവിടെ ഒരു ആൽക്കോ 11564 ഐഡ്ലിംഗ് ആണ്. ഇവിടുത്തെ ഷണ്ടിങ് ലോക്കമാണെന്ന് തോന്നുന്നു. നമുക്കെന്നാൽ പിന്നെ പതുക്കെ നമ്മുടെ കോച്ചിലോട്ടും കയറിയേക്കാം. നേരം വിളിക്കാറായിട്ടില്ല കേട്ടോ, 6:25 ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു 7 മണി 6:45 എന്തായാലും കഴിയും നേരം വിളിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്, എറണാകുളം ഓഖ എറണാകുളം എക്സ്പ്രസിൻ്റെ A1 കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ ഇതിനാകെ 3 AC കോച്ചസേ ഉള്ളൂ. 2 3 ടയറും ഒരു 2 ടയറും. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരെ 2 ടയറിനങ്ങ് ബുക്ക് ചെയ്തു. ഓപ്പണിംഗ് ഡേ തന്നെ ബുക്ക് ചെയ്തു. ശരിക്കും 60 ദിവസം മുന്നേ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അന്നത്തേക്കിന് വൈകുന്നേരത്തേക്ക് വണ്ടി വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ഫെബ്രുവരി 2024 പണിത 23328 ആണ് നമ്മുടെ കോച്ച്. നല്ല വൃത്തിയുള്ള കോച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ലോവർ ബർത്താണ് എൻ്റെ ബർത്ത് നമ്പർ 1. കോച്ചിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ 2 ടയറിലാണ് നമ്മൾ തിരിച്ചുള്ള യാത്ര A1. കോച്ച് കാലിയാണ്. ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ബോർഡിങ്, വേറെ ആരും ഇവിടെ നിന്ന് ബോർഡിങ് ഇല്ല. ആണ് ഇത്. നല്ല ക്ലീനാണ് ഇൻറ്റീരിയേഴ്സ്. തലേണ കവറൊന്നും ഇട്ടിട്ടില്ല. തലേണ കവർ പക്ഷെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വളരെ ക്ലീൻ ഇൻറ്റീരിയേഴ്സാണ്. അവിടെ ഇരിക്കുന്ന തലേണ കവർ. 4 തലേണ കവർ കൊണ്ടു. ചിലപ്പോൾ വണ്ടി പുറപ്പെടുമ്പോൾ അവർ കൊണ്ടുവന്ന് ഇടുമായിരിക്കും. 4 തലേണ കവറുണ്ട്, ബ്ലാങ്കറ്റ്സ് ഉണ്ട്, തലേണകളുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും നമ്മുടെ സ്ഥിരം ഐറ്റമായ ലോക്കോ ഇൻസ്പെക്ഷൻ ഒക്കെ പോവാം. ലോക്കോ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ റോഡിൻ്റെ 37371 ആയിരുന്നു ഇന്നലെ വന്ന ലോക്കോ. അപ്പോൾ അത് തന്നെയായിരിക്കുമല്ലോ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നലെ ലോക്കോ ചേഞ്ച് ഒന്നും വരില്ല, കാര്യം സദേൺ റെയിൽവേയുടെ വണ്ടിയാണ്. സദേൺ റെയിൽവേയുടെ ലോക്കോ ആണ്. സെയിം ലോക്കോ തിരിച്ചു പോകും. ക്രൂ ഓൾറെഡി ചാർജ് എടുത്തു എന്ന് തോന്നുന്നു. പാൻ ടു റേസ്ഡാണ്. നമുക്കിവിടുന്ന് ഏകദേശം ജാംനഗർ എത്തുന്നവരെ സാധാരണ OH ആണ്. ജാംനഗർ മുതൽ അങ്ങോട്ട് ഹൈ റൈസ് OH ആണ്. ഈ ഹൈ റീച്ച് OH പിന്നെ നമ്മുടെ സാനന്ദ് കഴിയുന്നവരെ എനിക്കൊന്ന് ഏകദേശം അമ്പിളി റോഡ് വരെ ഹൈ റീച്ച് OH ആണ്. അവിടുന്ന് പിന്നെ ഫുൾ ലെങ്ത്ത് സാധാരണ OH ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കുറേ ദൂരം നമ്മൾ ഹൈ റീച്ച് OH യാത്ര ചെയ്യും.
അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഓഖ എറണാകുളം 16337 എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ ലോക്കോ 37371 ഈറോഡ് ഷെഡിൻ്റെ ക്രൂവ് വാക്ക് അറൗണ്ട് ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ റൈസ് പാൻറ്റോ ആയിരിക്കണമല്ലോ, രണ്ടും ഈ ലോക്കോൻ്റെ രണ്ടും ഹൈ റൈസ് പാൻറ്റോസാണ്. ഈറോഡ് ഷെഡിനും റോയപുരം ഷെഡിൻ്റെ കയ്യിലും ഇങ്ങനെ കുറച്ച് ലോക്കോസ് ഉണ്ട് ഹൈ റേഞ്ച് ഉള്ളത്. കാര്യം നമുക്ക് അവിടുന്ന് സൗത്തിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിലേക്കും അതുപോലെ നമ്മുടെ ഗുജറാത്തിലേക്കും വരുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ഈ ടൈപ്പ് പാൻറ്റോള ലോക്കോസ് ഉള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി സൗത്തിൽ നിന്ന് ഓഖയിലേക്ക് സദേൺ റെയിൽവേ തന്നെ 2 വണ്ടി ഓടിക്കുന്നുണ്ട്. ഒരെണ്ണം എറണാകുളം ഓഖ എക്സ്പ്രസ്സും മറ്റൊന്ന് രാമേശ്വരം ഓഖ എക്സ്പ്രസ്സും. രണ്ടും സദേൺ റെയിൽവേയുടെ വണ്ടികളാണ്. രണ്ടും ബേസിക്കലി ദ്വാരക കണക്ഷനാണ്. ഓഖെന്നങ്ങനെ കാര്യമായിട്ട് ആളൊന്നും ഞാൻ കാണുന്നില്ല. സമയം കൃത്യം 6:45. നമ്മൾ പുറപ്പെട്ടിട്ടില്ല ഇതുവരെ. നേരം ജസ്റ്റ് വെളുത്ത് വന്നു. ഇന്നലേക്ക് ഇതിലും സമയം എടുത്തു, കുറേ കൂടെ നേരത്തെ നേരം വെളുത്തു. നമ്മൾ പുറപ്പെടുകയപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊന്ന് സ്റ്റാർട്ടർ കാണും. സ്റ്റാർട്ടർ ആംബറാണ്. ഇതാണ് ഇവിടുത്തെ കൺട്രോൾ ക്യാബിൻ. ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഓഖയോടെ വിട പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ഗുജറാത്തിലാണ്. ഗുജറാത്ത് ദർശനത്തിലായിരുന്നു. നമ്മൾ ഈ വരവൻ്റെ ഭാഗമായിട്ട് വരാവലിൽ പോയി, സോംനാഥ് അമ്പലത്തിൽ പോയി, ജുനാഗഡ് വരാവൽ മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നലെ ദ്വാരക അമ്പലത്തിൽ പോയി. ഇന്നിപ്പോൾ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ഓഖേന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ വാച്ചിൽ 6:46. റെയിൽവേ ക്ലോക്കിലെ സമയം നമുക്കറിയില്ല. നമ്മൾ ഓഖേന്ന് വിട്ട് കുറച്ച് ദൂരമായി. ഓഖേന്ന് വളരെ കുറച്ച് ദൂരം ഓടിയിട്ടുള്ളൂ. അപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല മഞ്ഞ, ഇത്രയുള്ളൂ വിസിബിലിറ്റി. ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ അത് വെയിലുദിച്ച് വരുന്നുണ്ട്, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നമ്മുടെ മറ്റേ സുദർശൻ സേതു കാണാൻ പോലും വഴിയുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഭംഗിയായിട്ട് സുദർശൻ സേതു കാണാൻ പോലും പറ്റില്ല. എനിക്ക് സുദർശൻ സേതു പോകാൻ പറ്റിയില്ല. കാര്യം ഇന്നലെ ദ്വാരക ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ചന്തയാന്ന് തോന്നുന്നു. മീഠാപൂർ സ്റ്റേഷൻ എത്തി നമ്മൾ. ഇതൊരു ചന്തയാന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് ഇതാണ് മീഠാപൂർ സ്റ്റേഷൻ. ഓൾട്ട് സ്റ്റേഷനാണ്. ഒരു ടാറ്റ കെമിക്കൽസിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഭീമറാനെ എത്താറായെന്ന് തോന്നുന്നു. ഭീമറാനെ നിർത്തുകയാണോ നോൺ സ്റ്റോപ്പ് പോകുന്നറിയില്ല. 982/4 എന്നാണ് ഇവിടുത്തെ മൈലേജ് മാർക്കർ. ഇത് മിക്കവാറും ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ദൂരമായിരിക്കും. ഭീമറാനിൽ ഒരു ലൂപ്പ് ലൈൻ സ്കിപ്പാണ്. ഫ്രൈറ്റർ കിടപ്പുണ്ടായിരുന്നു ഇവിടെ. വാക് 12B ആണ് ലോക്കോ. 60134 സഹാറൻപൂർ ഷെഡിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറാം. ഇൻട്രസ്റ്റിംഗ്ലി ഈ ട്രെയിൻ ഇന്നലെ ഇൻകമ്മിങ്ങിൽ, അതായത് 16338 ആയിട്ട് എറണാകുളത്തുനിന്ന് ഓഖയിലേക്ക് വരുമ്പോഴും ഭീമറാണ് ഇതിന് ലൂപ്പ് ലൈൻ സ്കിപ്പായിരുന്നു. കാരണം നമ്മളപ്പോൾ ആ സമയത്ത് നമ്മൾ ഭാവ്നഗർ പാസ് എക്സ്പ്രസ്സിലുണ്ട്. ഞാൻ ഓഖ ഭാവ്നഗർ എക്സ്പ്രസ്സിൽ വെച്ച് ഈ ട്രെയിൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദിവാകരേട്ടൻ പുറത്ത് വന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ ഫോഗ് കാരണം പുള്ളിക്ക് അങ്ങോട്ട് പുള്ളിയുടെ പ്രഭവം അങ്ങോട്ട് ഫുള്ളായിട്ട് വരുന്നില്ല പുറത്തേക്ക്.
നമ്മളിപ്പോൾ ഏകദേശം ശ്രീകൃഷ്ണൻ്റെ തലസ്ഥാനമായ ദ്വാരകയിലേക്ക് എത്താറായിരിക്കുകയാണ്. ഡാർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, വിസിബിലിറ്റി വളരെ മോശമാണ്. അപ്പുറത്തൂടെ ഹൈവേ പോകുന്നുണ്ട്, കാണുന്നുണ്ടോ ഹൈവേ? ഹൈവേ ചിലപ്പോൾ ലൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് നല്ല അടിപൊളി തണുപ്പ് വിറക്കിയാണ് ഞാൻ ഇവിടെ നിന്നിട്ട്. അതായത് നമ്മൾ സമ്മർ യാത്രയോട് നമ്മൾ ജാക്കറ്റ് അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി തണുപ്പ് വിറക്കിയാണ് ഇവിടെ നിന്നിട്ട്. അത് ഈ ഫോഗും കൂടി, ഞാൻ ഈ ഫോഗ് സത്യം പറഞ്ഞാൽ പുകയായിരിക്കുന്ന ആദ്യം വിചാരിച്ചത്, പക്ഷേ പുകയൊന്നുമല്ല, ശരിക്കുള്ള ഫോഗ് തന്നെയാണത്. ഓ സീന്. ഞാൻ മറ്റേ ദ്വാരക്കയുടെ ഹോം സിഗ്നൽ കണ്ട് ഏത് ഡയറക്ഷനിലെ വണ്ടി തിരിഞ്ഞെന്ന് കാണാൻ വേണ്ടി നിന്നവിടെ സിഗ്നലൊന്നും കാണാൻ വയ്യ എനിക്ക്. ദ്വാരക എത്താറായിട്ടുണ്ട് എന്നെ കണക്ക് പ്രകാരം. തണുക്കുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ദ്വാരക സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. യെസ്, ഇന്ന് വരാവലോക് എക്സ്പ്രസ് എന്ന പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ നല്ലൊരു ശതമാനം തിരക്കും ദ്വാരകയിൽ നിന്നാണ് കയറാൻ പോകുന്നത്. ഞാനിന്ന് അതിൻ്റെ ഓൺലൈൻ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ കുറേ ബോർഡിങ് ദ്വാരകയിൽ നിന്നുണ്ട്, പിന്നെ കുറേ ബോർഡിങ് ജാംനഗറിൽ നിന്നാണുള്ളത്. പക്ഷെ ലോങ് ടിക്കറ്റ്സ്, ഞാൻ കുറച്ച് സീറ്റിന് നോക്കിയാലൊന്നും ലോങ് ടിക്കറ്റ്സ് ഇല്ല, എല്ലാം ഷോർട്ട് ഡിസ്റ്റൻസ് ടിക്കറ്റ്സാണ്. അവിടെ പ്ലാറ്റ്ഫോം നിറഞ്ഞു കഴിഞ്ഞിരിക്കുക റൈറ്റ് സൈഡിൽ. വൽസാഡിൻ്റെ ലോക്കാണ് 30635. ഇതാണ് ഇന്നത്തെ വെരാവൽ ഓഖ എക്സ്പ്രസ്. ബോർഡിൽ ഇപ്പോഴും സോംനാഥാണ്, പക്ഷേ വണ്ടി വെരാവൽ വരെ പോകുന്നുള്ളൂ, റിസർവേഷൻ വെരാവൽ വരെ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മളങ്ങനെ ദ്വാരകയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. പ്ലാറ്റ്ഫോമിൽ എല്ലാ സ്ഥലത്തും നല്ല തിരക്കുണ്ടായിരുന്നു. സ്ലീപ്പറിലും AC-യിലും ഒക്കെ അടിപൊളി തിരക്കുണ്ടായിരുന്നു. അവിടെ TT ഡോർ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റും. TT ഡോറിൽ നിൽക്കുകയായിരുന്നു, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കയറി വന്നത്. ജനറലിലോട്ട് നല്ല ഇടിച്ച് കയറിയിട്ടുണ്ട് ആൾക്കാർ. AC-യിലോട്ട് അത്ര ബോർഡിങ്ങൊന്നും കണ്ടില്ല. ദൈവമേ, സിഗ്നൽ പോലും കാണാനില്ല ഇവിടുന്ന്. മെയിൻ ലൈൻ സിഗ്നലുകൾ കണ്ടത് 2 ഡയറക്ഷൻ നോക്കുക, സിഗ്നൽസ് പോലും കാണാനില്ല. അങ്ങേ അറ്റത്തും സിഗ്നൽ കാണാനില്ല, ഇങ്ങേ അറ്റത്തും സിഗ്നൽ കാണാനില്ല. സമ്മതിക്കണം കേട്ടോ, മിക്കവാറും ഇതിപ്പോൾ റിട്ടേൺ അതോറിറ്റി വല്ലതായിരിക്കും, അല്ലെങ്കിൽ വിളിച്ചു പറയായിരിക്കും സിഗ്നൽ അടുത്തിട്ട് നീ വിട്ടോന്ന്. ഇതൊന്നും സോംനാഥ് എക്സ്പ്രസ് പോയെന്ന് തോന്നുന്നു, ഒരു ഹോണടി കേട്ടു. നമ്മുടെ ഒന്നും കണ്ടുകൂടാ. ഇപ്പോൾ LP കയറുന്നുണ്ട് ഉള്ളിലേക്ക്, എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടു ദ്വാരകയിൽ നിന്ന്. സമയം 7:28. ഇമ്മാരി ഫോഗിൽ ഞാനിതുവരെ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഡൽഹിയിൽ പല പ്രാവശ്യം കൊണ്ട് വിൻ്ററിൽ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഫോഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വല്ലാത്ത ഫോഗാണ്. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഖ മതി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കിടക്കും. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു.
വേസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഇതൊരു നാടിൻ്റെ സംസ്കാരമാണ് കേട്ടോ, അല്ലാണ്ട് അതായത് ആൾക്കാർക്ക് തോന്നണമല്ലോ നമ്മളും വൃത്തിയായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം. ഇത് അത്ര ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, എന്നിട്ടാണ് ഈ അവസ്ഥ. ഇതാണ് നമ്മുടെ സ്പീഡ്, 73 kmph. അപ്പം നമ്മൾ ഇന്നലെ കണ്ട ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ഓക്കാമടി എത്താറായി. ഓക്കാമടി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സോൾട്ട് പാൻ ലാൻഡാണ്. ഇത് ഓഖ സൈഡിൽ നിന്നുള്ള ബീച്ചിൽ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത്. ശരിക്കും നമ്മളിങ്ങനെ ഓക്കേനെടുത്ത് നമ്മളിങ്ങനെ കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ, ഈ കാണുന്ന വെള്ളത്തിന് ഇതിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് കടലാണ്. അങ്ങേറ്റം കടലാണ്, അത് ബീച്ചിലേക്കാണ് വീഴുന്നത്. ഓക്കയ്ക്ക് വളരെ അടുത്താണ് അത് ഓപ്പൺ ആവുന്നത്. അത്രയും വലിയൊരു പ്രദേശമാണിത്, ഹ്യൂജ് പ്രദേശമാണിത്. ഓക്കാമടി സ്റ്റേഷൻ കാണാൻ വലിയ സോൾട്ട് പാൻ ലാൻഡാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളായി വീണ്ടും. ഇതാണ് സോൾട്ട് പാൻ ലാൻഡ്. ഇന്നലത്തെ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ നമ്മുടെ രാമൻ്റെ ഓക്ക വീഡിയോയിൽ ഇത് കുറേ കൂടി ക്ലിയർ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഫോഗ് കാരണം വല്ലതും കാണാൻ പറ്റുന്നില്ല, എൻ്റെ ഭീകരത ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും കാണാനില്ല. മണി 8 ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വന്നിട്ടില്ല പാൻട്രിയിൽ നിന്ന്. പാൻട്രിക്കാരിൽ രാവിലെ ഞാൻ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫോഗ് നല്ല തിക്കായിക്കൊണ്ടിരിക്കുക. പാൻട്രിക്കാർ ഫുഡ് ട്രയൽ തുടങ്ങിയിട്ടുണ്ട്. ചായ ഞാൻ തുടങ്ങിയിരിക്കുന്ന സൗത്ത് ഇതുപോലെയല്ല, തമിഴന്മാരല്ല എന്തായാലും പാൻട്രി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. 2 ഐറ്റമാണ് മേടിച്ചത്. ഒരു പ്ലേറ്റ് ഇഡ്ഡലി വടയും ഒരു ഉപ്പുമാവാണ് മേടിച്ചത്. നമുക്ക് ആദ്യം ഉപ്പുമാവ് കഴിച്ചേക്കാം. കാര്യം നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ 4 സീറ്റിലുള്ള ഒരാൾ കയറും തോന്നുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ചൂട്, പൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത ഐറ്റം തുറന്നേക്കാമെന്ന് വെച്ചു. അടുത്ത ഐറ്റം ഇഡ്ഡലിയാണ്. ഇഡ്ഡലി വട, 2 ഇഡ്ഡലി 2 വടയുണ്ട്. സാമ്പാറാന്ന് തോന്നുന്നു. ഇഡ്ഡലി വലിയ ഗുണമില്ല, സാമ്പാർ കുഴപ്പമില്ല, മാനേജബിളാണ്. പൂർണ്ണമായിട്ടും ഫോഗ് ഇല്ലാണ്ടായിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് ദൂരം ഫോഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 110 വരെയൊക്കെ സ്പീഡ് അടിച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് ഫോഗ് കാണാനുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഖമ്പാലിയ എന്ന് പറഞ്ഞാൽ ഖമ്പാലിയയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ഫുഡ് കേട്ടോ. ഫുഡ് സൂപ്പറാണ്. സാമ്പാർ സത്യത്തിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിന് പറയാൻ പറ്റില്ല. സാമ്പാർ ജീരകമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു സാമ്പാറിൽ, പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു. അതിനകത്ത് തക്കാളി, അതുപോലെ വഴുതനങ്ങ ഒക്കെ ആയിരുന്നു. കഷ്ണം ഉണ്ടായിരുന്നു, കഷ്ണങ്ങളുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വടയായിരുന്നു, നല്ല ക്രിസ്പ് വടയായിരുന്നു. പഴയ മീറ്റർ ഗേജ് പാലാണ് ലെഫ്റ്റ് സൈഡിൽ. ഒരു പഴയ മീറ്റർ ഗേജ് റൂട്ട്, പഴയ അലൈൻമെൻറ്റാണ് കാണുന്നത്. നമ്മൾ ഖമ്പാലിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവിടെ വെച്ച് നമ്മൾ ഭാവ്നഗർ ഓഖ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും.
ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് ഭാവ്നഗർ ഓഖ എക്സ്പ്രസ്. ഭാവ്നഗർ ഓഖ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്. എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്നൊരു വണ്ടിയാണ്. എനിക്ക് മറ്റേ കിലോമീറ്റർ റെസ്ട്രിക്ഷൻ കാരണം എക്സ്പ്രസ് ആയ വണ്ടിയാണ്. ഓവർനൈറ്റ് സർവീസാണ്. ഇവിടെ ഇങ്ങനെ ഓവർനൈറ്റ് പാസഞ്ചേഴ്സ് കുറേ ഉണ്ട്. രാജ്കോട്ട് ഓഖ, അതുപോലെ രാജ്കോട്ട് ബരാവൽ, അങ്ങനെ കുറേ എണ്ണം ഞാൻ കണ്ടായിരുന്നു. അതിലൊരെണ്ണമാണിത്. ഇതിന് AC 3 ടയറും സ്ലീപ്പറും ഉണ്ട്. ഒരു AC 3 ടയറും 3 സ്ലീപ്പറും ഉണ്ട്. ബാക്കിയൊക്കെ ജനറലാണ്. ഇങ്ങനെ വേണം സത്യം പറഞ്ഞാൽ. നമ്മുടെ സദേൺ റെയിൽവേനെ പോലെ മൊത്തം ജനറലാക്കരുത്. കുറച്ച് കോച്ചസ് റിസർവേഷൻ കൊടുക്കുക. അപ്പോൾ റിസർവേഷൻ കോച്ച്, ഒരു AC കോച്ച് കൊണ്ടുവന്ന് റെയിൽവേക്ക് തന്നെ അതിന് വരുമാനം കൂടും. പക്ഷെ നമ്മുടെ സദേൺ റെയിൽവേക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വാപ്പ് 5 ആണിന്നും. ആയിരുന്നു ലോക്കോ. 2 എക്സ്ട്രാ കോച്ചസ് ഉണ്ട് ഫ്രണ്ടിൽ. എനിക്കൊന്ന് ഭാവ്നഗർ വർക്ക്ഷോപ്പിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതെന്ന് തോന്നുന്നു. മെയിൻ്റനൻസ് കഴിഞ്ഞ് തിരിച്ച് ഓഖയിലേക്ക് വിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഖംബാലിയ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ ബിൽഡിംഗ്. അതൊരു പഴയൊരു റോക്ക് സ്ട്രക്ചറായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ TT വാതൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങായിട്ടാണ് സ്റ്റേഷൻ. വണ്ടി തമ്മിൽ നിൽക്കുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ഖംബാലിയിൽ സമയം 8:39. ഖംബാലിയ. അപ്പോൾ അങ്ങനെ നമ്മൾ ഖംബാലിയ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. പുറത്ത് ബസ് സർവീസൊക്കെ ഉണ്ട്. ഞാൻ GSRTC ബസ്സിൽ ഒരു ചെറിയ ദൂരം യാത്ര ചെയ്തായിരുന്നേ. ഞാൻ ഇവിടെ മുതൽ സോംനാഥ് മുതൽ വെരാവൽ വരെ യാത്ര ചെയ്തു. അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ ഒരു വണ്ടിയായിരുന്നു. ഇതല്ല, ഇത് സാധാരണ എക്സ്പ്രസ്സാണ്. ഞാൻ യാത്ര ചെയ്ത വണ്ടി അവർ ഗുർജർ നഗറി എന്ന് പറയും. അതും 2/3 സീറ്റിംഗ് തന്നെയാണ്. പക്ഷേ നല്ല ലെഗ് സ്പേസുള്ള സീറ്റിംഗ്. സ്റ്റോപ്പ് കുറവാന്ന് തോന്നുന്നതിന്. പക്ഷേ ഇതേ മോഡലായിരുന്നു. ടാറ്റ തന്നെയായിരുന്നു. ഖംബാലിയ സ്റ്റേഷൻ അങ്ങനെ പുറത്തിറങ്ങി. മെയിൻലാൻഡ് ഡിപ്പാർച്ചറാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റെയിൽവേ ലൈൻ ഒന്ന് കയറിയിട്ടുണ്ട്. ഇത് നയാരയുടെ റിഫൈനറിയിൽ നിന്ന് വരുന്നതാണ്. നയാര ഇല്ല, നമ്മുടെ നയാര എനർജി, നയാര പെട്രോളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, SR, പഴയ SR, അവരുടെ റിഫൈനറിയിൽ നിന്ന് വരുന്ന ലൈനാണിത്. അത് മോത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ചാണ് മെയിൻ ലൈനോട് മേർജ് ചെയ്യുന്നത്. മോത്പൂർ സ്റ്റേഷൻ ഇനിയും ഫ്രണ്ടിലാണ്. ഈ പ്രദേശമുണ്ട്, ഈ ജാംനഗർ, നമ്മൾ ജാംനഗറോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാംനഗർ പ്രദേശത്ത് 2 റിഫൈനറീസ് ഉണ്ട്. ഒന്ന് SRൻ്റെ, അതായത് നയാരയുടെ റിഫൈനറി, ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് ഈ ലൈനുള്ളത്. അത് ഉള്ളിലാണ്, നമുക്ക് ഇവിടെ റിഫൈനറി കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളത് റിലയൻസിൻ്റെയാണ്. റിലയൻസിൻ്റെയാണ് മെഗാ സാധനം. അത് നമുക്ക് ട്രാക്ക് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് കഴിഞ്ഞൊരു വീഡിയോയിലാണ് നൈറ്റ് വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കനാലൂസാണ് ഫുൾ ജോയ്. മോത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ ഒരു ഫ്ലൈറ്റെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ റിലയൻസിൻ്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതലും കൂടെ റിലയൻസ് ആണ്. റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ആണിത്. ഇതിന് ഉള്ളിലേക്കാണ് അവരെ റിഫൈനറിയൊക്കെ ഉള്ളത്. അറിയുള്ളൂ, ഇന്ത്യസ് ലാർജസ്റ്റ് റിഫൈനറി വരെയാണ്. ഇപ്പോൾ നമ്മൾ കനലൂസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താണ്. കനലൂസ്. ഇത് ഹ്യൂജ് ആട്ടോ റിലയൻസിൻ്റെ ഏരിയ. കനലൂസിൽ നമുക്കൊരു ആംബറാണ്. ഈ കാണുന്നതാണ് സൈഡിങ്. ഇതിനുള്ളിലുള്ള റിലയൻസിൻ്റെ റിഫൈനറിയിലോട്ടും പോകും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേറെ എന്തൊക്കെയോ കമ്പനികളും കൂടി ഉണ്ട്. ഈ ആദ്യത്തെ ലൈന് റിലയൻസിനുള്ളതാണ് തോന്നുന്നത് സ്പെസിഫിക്കലി. അതിന് ഗേറ്റ് ഉണ്ട്. ഫസ്റ്റ് ലൈൻ റിലയൻസിനുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലൈന്
വേറെ എന്തൊക്കെയോ ഗവൺമെൻറ് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട് അപ്പുറത്തോട്ട്, അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ പ്രദേശം മൊത്തം റിലയൻസ് ആട്ടോ, പ്രദേശം മൊത്തം റിലയൻസിൻ്റെ കയ്യിലാണ്. ഹൈ റൈസ് പാൻറ്റോ സെക്ഷനായി കണ്ട, ഹൈ റൈസ് പാൻറ്റോ ആയി. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ, ഇവിടെ നിന്നാണ് ഹൈ റൈസ് പാൻറ്റോ തുടങ്ങുന്നത്. ഞാനത് കുറച്ചും കൂടി ജാംനഗർ അടുത്തെത്തിയിട്ട് അവിടെ നിന്ന് വിചാരിച്ചത്. കനലൂസിനെ ഹൈ റൈസ് പാൻറ്റോ ആണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഹൈ റീച്ച് പാൻറ്റോ സെക്ഷനിലേക്ക് നമ്മൾ കയറി. നമ്മളിപ്പോൾ കനലൂസ് സ്റ്റേഷൻ വഴി റൺ ത്രൂ അടിക്കും. എന്തിനാണ് ലൂപ്പ് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇതൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്രൈറ്റ് വല്ല മെയിൻ ലൈന് കിടക്കുന്നുണ്ടോ, അതിനുവേണ്ടി ലൂപ്പ് ചെയ്താന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പ്ലാറ്റ്ഫോം ലൈനിലാണ് നമ്മൾ. നമുക്കിവിടെ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഇല്ല എന്തായാലും. ഇത് ആക്ച്വലി ലൂപ്പല്ലായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെയാണ് മെയിൻ ലൈൻ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ലൈന്, റൈറ്റ് സൈഡിലെ 2 ലൈനും അത് ആക്ച്വലി പോർബന്ദർ സൈഡിലേക്ക്, വൻസ്ജാലിയ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വഴി പോർബന്ദറിലേക്ക് പോകുന്ന ലൈനുകളാണ്. നമ്മൾ നമ്മുടെ മെയിൻ ലൈനിലാണ് ഓൾറെഡി. പുന എന്നാണ് ഈ നദിയുടെ പേര്, പുന. വെയിലത്ത് നിൽക്കുമ്പോഴും കാറ്റിന് ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈന് വൻസ്ജാലിയ ജംഗ്ഷൻ വഴി പോർബന്ദറിലേക്ക് പോകുന്ന ലൈനാണിത്. ഇതൊരു ട്രയാങ്കിൾ സെറ്റപ്പാണ്. ഇതിപ്പോൾ തൽക്കാലം ജാംനഗർ സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഓഖ സൈഡിൽ നിന്നൊക്കെ വന്ന് പോർബന്ദറിലേക്ക് പോകുന്ന ലൈനാണിത്. ഇത് കൂടാതെ അപ്പുറത്ത് വേറൊരു ലൈനും കൂടി ഉണ്ട്, ജാംനഗർ സൈഡിൽ നിന്ന് വന്നിട്ട് പോർബന്ദറിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഈ കാണുന്ന ലൈനില്ലേ, ഈ കാണുന്ന ലൈനാണ് ജാംനഗർ സൈഡിൽ നിന്ന് വന്നിട്ട് പോർബന്ദറിലേക്ക് പോകുന്ന ട്രെയിനുകൾക്കുള്ള ലൈന്. ഇതുവഴിയാണ് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് പോർബന്ദർ എക്സ്പ്രസ് പോകുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ലൈൻ വഴി. അത് കനാലൂസ് ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ജാംനഗർ വന്നിട്ട് കനാലൂസ് ബൈപ്പാസ് വഴി കയറി പോകാൻ. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ അംബാനിയുടെ മകൻ്റെ വൈൽഡ് ലൈഫ് റെസ്ക്യൂ സെൻ്ററായ വൻതാര വരുന്നത്. ഈ റൈറ്റിൽ കാണുന്നതാണ് എൻ്റെ പേര് വൻതാര. ഇതെന്തോ ഒരു റോ മെറ്റീരിയലാണ്, മണൽ പോലെ കണ്ടിട്ട്, പക്ഷെ എന്തോ റോ മെറ്റീരിയലാണിത്. അപ്പോൾ അതായിരുന്നു എന്താ പറയുക വൻതാര. ഇത് ഡീസൽ ഹോൾഡാ. അപ്പോൾ നമ്മളങ്ങനെ വൻതാരയും റിലയൻസിൻ്റെ സംഭാഷണം കഴിഞ്ഞു. നമ്മളിപ്പോൾ ജാംനഗർ സ്റ്റേഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ LP-മാർ എനിക്കൊന്ന് രാജ്കോട്ട് വരെ വർക്ക് ചെയ്യുന്നു തോന്നുന്നു. നല്ല വിടുന്ന എന്തായാലും. രാജ്കോട്ടിൽ നിന്ന് കയറുന്നവർ മിക്കവാറും അഹമ്മദാബാദ് വരെ പോകാൻ സാധ്യതയുണ്ട്.
ലോഡ് ടാങ്കറാണ്, നല്ല പെട്രോൾ മണം ഉണ്ടാകും. നമ്മളങ്ങനെ ജാംനഗറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ജാംനഗറിലേക്ക് എത്തുകയാണ്. റിലയൻസിൻ്റെ സാമ്രാജ്യം കഴിഞ്ഞു. ഇപ്പോൾ ജാംനഗർ എന്ന് പറയുന്ന നഗരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ ജാംനഗറിൽ നിന്ന് കേരളത്തിലോട്ട് ട്രെയിനുകളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ജാംനഗറിൽ നിന്ന് ആഴ്ച 2 ദിവസം ഓടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി പോയിട്ടുണ്ടാവും, ഇന്ന് രാത്രി ഉണ്ടെന്ന് തോന്നുന്നു ജാംനഗർ തിരുനെൽവേലി. ശനിയാഴ്ച രാത്രി ഉണ്ട് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഉണ്ട് സ്ഥലത്തിനായിട്ട്. അതുകൂടാതെ ജാംനഗർ വഴി നമ്മുടെ ഈ വണ്ടി ഇത് ബൈ വീക്കിലിയാണ്. അപ്പോൾ ഓഖ എറണാകുളം എക്സ്പ്രസ് ഉണ്ട് ബൈ വീക്കിലി. അതും കൂടാതെ പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് അതും ജാംനഗർ വഴിയാണ്. അപ്പോൾ 5 ട്രെയിൻ ഉണ്ട് ഒരാഴ്ച. ഗാസിയാബാദിൻ്റെ ടാങ്കറാണ് BTPN. മിക്കവാറും ലോഡിങ്ങിന് പോയിരിക്കും, എംറ്റി ആയിരിക്കും ഇത്. ഈ പാലത്തിൻ്റെ ബോർഡിന് താഴെ ഒരു ആരോ വരച്ചിരിക്കുന്നുണ്ടോ? ആരോ ബേസിക്കലി വെള്ളത്തിൻ്റെ ഫ്ലോ ഏത് ഡയറക്ഷനാണ് നമുക്ക് കാണിക്കുന്നത്. അല്ല, അപ്പുറത്ത് തന്നെ പ്ലാറ്റ്ഫോം. ലൂപ്പിൽ കയറും നമ്മൾ. ഇതുവരെയുള്ള ഹോൾഡുകളിലൊക്കെ നമുക്ക് പ്ലാറ്റ്ഫോം എൻട്രി മിസ്സായി, കാരണം TT വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ നേരത്തെ ഡോറിലാണ് TT, പ്രാവശ്യം അപ്പുറത്തെ ഡോറിലോട്ട് പോയി. താങ്ക് യു. ആണ് ജാംനഗർ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അതായിരിക്കും മെയിൻ പ്ലാറ്റ്ഫോം. നമ്മളിപ്പുറത്തെ ഒരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറ്റിയിരിക്കുന്നത്, 3-ാം നമ്പർ. ഇതാണ് ജാംനഗർ സ്റ്റേഷൻ. നല്ല വെയിൽ, അതാണ് ഉള്ളിലോട്ട് വന്നത് കേട്ടോ. ഇവിടെ നല്ല തിരക്ക് കയറാനുണ്ട്, അടിപൊളി ക്രൗഡ് ഇവിടെ നിന്ന് കയറാനുള്ളത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇടിച്ച് കയറും. സ്ലീപ്പറിലോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കണ്ടിട്ട്. ഈ വണ്ടിക്ക് AC-ലോട്ട് ടിക്കറ്റ് ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. അതാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. എനിക്ക് ഒത്തിരി പേര് AC-ലോട്ട് ടിക്കറ്റ് ചോദിച്ച് വരുന്നുണ്ട്. പക്ഷേ ആകെ 3 AC കോച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഏറെക്കുറെ ഫുള്ളാണ്. എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ AC കോച്ചുകളുടെ എണ്ണം കൂട്ടാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും ദൂരമൊക്കെ ഓടുന്ന ട്രെയിനിന് മിനിമം ഒരു 6 AC കോച്ചെങ്കിലും കൊടുക്കണം. അതായത് 2 സെക്കൻഡ് AC, 4 തേർഡ് AC, അത്രയും കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. അപ്പം നമ്മളങ്ങനെ ജാംനഗറിലെത്തി. ഇവിടെ ഒത്തിരി പേര് കയറാണ് കേട്ടോ. വണ്ടി ഏറെക്കുറെ ഇവിടെ നിന്ന് അറിയാൻ തോന്നുന്നു. നമ്മുടെ AC കോച്ചും ഒരുപാട് മലയാളികൾ നിൽക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ. ഭയങ്കര സന്തോഷം. ജാംനഗർ സ്റ്റേഷൻ വിട്ടോണ്ട് ലെഫ്റ്റിൽ നിന്ന് ഒരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്ന മാപ്പിൽ കണ്ടായിരുന്നത്. അതാണ് ഈ ലൈന്. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു പോർട്ടിലേക്ക് പോകുന്ന ഒരു ലൈനാണിത്. ഇതെന്ന് പോർട്ടിൻ്റെ പേര് മറന്നുപോയി. ഒരു ചെറിയ പോർട്ടിലോട്ട് പോകുന്ന ലൈനാണിത്. ഇതിന് ഇങ്ങനെ ഫ്ലൈറ്റ് അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ലൈനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ജാംനഗറിൽ നിന്നും അനങ്ങിത്തിറങ്ങി. വണ്ടി അത്യാവശ്യം ലേറ്റാണ്, കാരണം രാവിലെ ഫോഗായിരുന്നു, നല്ലോണം സമയം പോയി. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിനടുത്തൊക്കെ ലേറ്റാണെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ 9:36. ഇതാണ് പോർട്ട് ലൈൻ. ഒന്നുകൂടി വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടി പുറത്ത് സൈഡിൽ നിന്ന് വൃത്തിയായിട്ട് കാണിച്ചിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ചെയ്യാം. അതായിരുന്നു ജാംനഗർ സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം പോലും എടുക്കാമെന്ന് മനസ്സിലാവുന്നില്ല. ജാംനഗർ അത്യാവശ്യം വലിയ ടൗൺ ആണെന്നുണ്ടെങ്കിലും അടിപൊളി. ഇവിടെ നമ്മുടെ സിംഗിൾ ലൈനാണ്. ജാംനഗർ അത്യാവശ്യം വലിയ ടൗൺ ആണെന്നുണ്ടെങ്കിലും ജാംനഗറിൽ കോച്ചിങ് ഡിപ്പോ ഇല്ല. ഹാപ്പയിലാണ് കോച്ചിങ് ഡിപ്പോ ഉള്ളത്.
ഈ ട്രെയിന് പണ്ടിത് നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന എറണാകുളം ഓഖ എറണാകുളം എക്സ്പ്രസ്സും ഒറിജിനലി കൊച്ചിൻ അഹമ്മദാബാദ് എക്സ്പ്രസ് ആയിരുന്നു. കൊച്ചിൻ അഹമ്മദാബാദ് എക്സ്പ്രസ് പിന്നീട് കൊച്ചിൻ രാജ്കോട്ട് എക്സ്പ്രസ്സായി. അത് പിന്നീട് അവിടുന്ന് എറണാകുളം ഹാപ്പ എക്സ്പ്രസ്സായി. പിന്നെ അത് എറണാകുളം ഓഖ എക്സ്പ്രസ് ആവുമായിരുന്നു. അപ്പോൾ കൊങ്കൺ റെയിലിൽ തുടങ്ങുന്നത് വരെ ഇത് കൊച്ചിൻ അഹമ്മദാബാദും പിന്നീട് കൊച്ചിൻ രാജ്കോട്ടും ആയപ്പോഴും ഇത് പൊയ്ക്കൊണ്ടിരുന്നത് കൃഷ്ണരാജപുരം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഹാപ്പ എക്സ്പ്രസ് ആയതും കൊങ്കൺ റെയിലോട് മാറിയത് ഒരുമിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഓർമ്മ. ഇവിടെയൊക്കെ നോർമൽ ഒഎച്ചിയാണ്. വലിയ പാലമാണ്, പക്ഷെ താഴെ ഫുള്ള് കറുത്ത കളറിലുള്ള വെള്ളമാണ്. ഇവിടെയൊക്കെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എത്താറുണ്ട്, സ്പീഡ് പറഞ്ഞു. അതന്നെ ഇവിടെ എന്തോ സൈഡിങ് ഉണ്ട്. ഇവിടെ ഒരു സൈഡിങ് ഉണ്ട്. ഇവിടെ ഒരു വലിയ കുരിശിയാടുണ്ട്. ഭീകര വലുപ്പമാണ് കുരിശിയാടിന്, വലിയ കുരിശിയാട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും കോച്ചിങ് ഡിപ്പോ. ആ കാണുന്ന ഷെഡാന്ന് തോന്നുന്നു കോച്ചിങ് ഡിപ്പോ. അതിനപ്പുറത്ത് കുറച്ച് LHB കോച്ചൊക്കെ കിടക്കുന്നതാണ്. കാരണം വലിയ നീല ഷെഡായിരിക്കും കോച്ചിങ് ഡിപ്പോ. നമ്മളങ്ങനെ ഓഖ സ്റ്റേഷനിലേക്ക്, ഹാപ്പ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഓഖ എന്ന് പറയുന്നത്. അവിടെ ഒരു വാപ്സൺ ഹാളിൽ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റില്ല. അതിന് ഇപ്പുറത്തായിട്ടൊരു മറ്റവൻ വന്നെടുപ്പുണ്ട്. എന്താണ് പറയുക, ഫ്ലൈറ്റ്. ഇതാണ് ഹാപ്പ സ്റ്റേഷൻ. WDG 6G ആണ്, 69026. അതിനപ്പുറത്തൊരു വാപ്സൺ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി മഡ്ഗാവ് ഹാപ്പ വീക്കിലേക്ക് കഴിക്കണം. ഡീസൽ ലോക്കോ ഷെഡ് ഗാന്ധിധാമിൻ്റെ ലോക്കമാണിത്. ഹാപ്പ. ഇവിടെ നിന്ന് ഒരുപാട് പേരൊന്നും കയറാനില്ല. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുന്നത്. ഇവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഹാപ്പ വളരെ ചെറിയൊരു ടൗണാണ്. റെയിൽവേക്ക് വലിയ ടൗണായിരിക്കും ചിലപ്പോൾ. ജാംനഗറിൽ നിന്ന് യാത്രക്കാരുണ്ടായിരുന്നത്. അവിടെ നമ്മുടെ പാൻട്രിക്കാരോട് ഫുഡ് സാധനങ്ങൾ, മറ്റേ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽസും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, പാൻട്രിക്കാരിലോട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
സ്റ്റേഷനുള്ള എൻട്രൻസ്. ഹാപ്പ ഒരു അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. ഇവിടെ മഡ്ഗാവ് ഹാപ്പ വീക്കിലി ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുംബൈ സെൻട്രൽ ഹാപ്പ ദുരന്തോ എക്സ്പ്രസ് ഡെയിലി സർവീസ് ഉണ്ട്. ഇവിടുന്ന് ഒരുപാട് പേരൊന്നും, ആകെ ഒരാൾ ഇവിടുന്ന് കയറിയിട്ടുള്ളൂ നമ്മുടെ കൊച്ചിലോട്ട്. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ 9:50 ഇവിടെ എത്തി, ഹാപ്പയിലെത്തി. നമ്മൾ ഏകദേശം 20 മിനിറ്റ് ലേറ്റാണ്. 9:30 ആയിരുന്നു നമ്മുടെ ടൈം. 20 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മുംബൈ സെൻട്രൽ ഹാപ്പ ദുരന്തോ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ ദൂരെ ട്രെയിൻ കയറി വന്നാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, കാരണം റൈറ്റ് സൈഡിൽ വേറെ റേക്ക് കിടക്കുന്നുണ്ട്. അപ്പം കയറി വന്നാൽ കാണാൻ പറ്റില്ല. സിംഗിൾ ലൈൻ ഉണ്ടാകുമ്പോൾ വന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ വേറൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതാണ് ഹാപ്പ മഡ്ഗാവ് വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്സിൻ്റെ സെയിം റേക്കാണ്. ആ റേക്ക് ഉപയോഗിച്ചുള്ള ഒരു വീക്ക്ലി സർവീസാണിത്. വണ്ടി നമ്മൾ കയറി വരുമ്പോൾ ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കിടക്കുന്നുണ്ട് ഞാൻ പറയാനുള്ളത്. അതാണിത്. അപ്പുറത്ത് കൂടെയാണ് ദുരന്തോ എക്സ്പ്രസ് കയറി വരുന്നത്. ചെറിയൊരു അറ്റംപ്റ്റ് നടത്തി നോക്കാം. വണ്ടി എത്തിയിട്ടുണ്ട്. വഡോദര ഷെഡിൻ്റെ ഒരു വാപ്സാനാണ് അത്ര കാണാൻ പറ്റുന്നത് എനിക്ക്. ഇതാണ് മുംബൈ സെൻട്രൽ ഹാപ്പ ദുരന്തോ എക്സ്പ്രസ് ഡെയിലി സർവീസാണിത്. മുംബൈ സെൻട്രൽ മുതൽ അഹമ്മദാബാദ് വരെ നോൺ സ്റ്റോപ്പ് ഓടുന്ന ട്രെയിനാണ്. മുംബൈ സെൻട്രൽ മുതൽ അഹമ്മദാബാദ് വരെ നോൺ സ്റ്റോപ്പ് ഓടും. പിന്നെ അഹമ്മദാബാദ് കഴിഞ്ഞ് പിന്നെ രാജ്കോട്ട് മാത്രമേ സ്റ്റോപ്പുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി കാറ്ററിംഗ് സർവീസ് ഒന്നുമില്ല, പാൻട്രി ഇല്ലാത്തൊരു വണ്ടിയാണിത്. നമ്മുടെ സിഗ്നലായി. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടും. ഇപ്പോൾ നമ്മൾ ഹാപ്പയെന്ന് പുറപ്പെട്ടു. നമ്മുടെ എന്താ പറയുക, കേരളത്തിലോട്ടുള്ള ട്രെയിനിൽ മലയാളി സ്റ്റാഫിനെ കാണുമ്പോൾ കാണാനുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് കേരളത്തിന് പുറത്തൊന്നല്ല നമുക്ക് മനസ്സിലാവുള്ളൂ. റെഡി ടു ലീവ് അല്ല ചേച്ചി, വണ്ടി പുറപ്പെട്ടു. പിന്നെ കുറച്ച് ഞാൻ ബ്രേക്ക് എടുക്കാൻ പോട്ടോ. ഇനി രാജ്കോട്ടിന് മുമ്പ് നമുക്ക് ഒരു ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ആ ക്രോസിങ്ങിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഡോറിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ അകത്തിരിക്കാൻ പോകണം. കാര്യം ബാറ്ററി ഏറെക്കുറെ തീരാറായി ക്യാമറയുടെ. ബാറ്ററി മാറ്റണം. അതായത് ഹാപ്പ മഡ്ഗാവ് എക്സ്പ്രസ് ഞാൻ പറയുമ്പോൾ തന്നെ ആണ് ഹാപ്പ. അപ്പുറത്ത് ദുരന്തോ കയറി കിടപ്പുണ്ടാവും. ഹാപ്പ മഡ്ഗാവിൻ്റെ റേക്ക് ഷണ്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഹോണിഡിങ് കേൾക്കാം. ഇവിടെ നമ്മുടെ ഡബിളിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലേക്ക് പോകാം. ഇനി നമ്മൾ സൗരാഷ്ട്ര മെയിലാണ് ക്രോസ് ചെയ്യാനുള്ളത്. സൗരാഷ്ട്ര മെയിലെ ക്രോസിങ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. കട്ട്ലറ്റ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം, ഒരു പ്ലേറ്റ് കട്ട്ലറ്റ് മേടിച്ചു. കട്ട്ലറ്റ് ബ്രെഡിന് ഇടയ്ക്ക് വെച്ച് തന്നെ തന്നിരിക്കുന്നത്. കട്ട്ലറ്റ് മാത്രം കണ്ടെന്ന് നോക്കാം നമുക്ക്. പൊളിച്ചു, അടിപൊളി, നല്ല കട്ട്ലറ്റാണ്. അങ്ങനെ ഹാഫ് എൻ്റെ കുറച്ച് നേരമായി. നമ്മളിപ്പോൾ ഏകദേശം സൗരാഷ്ട്ര മെയിലിനെ ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. സിംഗിൾ ലൈനല്ലേ, ലൂപ്പ് ചെയ്യണോ എന്നൊരു സംശയം. അവിടെ ആംബർ സിഗ്നലാണ് ഫ്രണ്ടിൽ. ഇതൊക്കെ ഗോതമ്പായിരുന്നു. വിളവെടുപ്പിന് തയ്യാറായി കിടക്കുകയാണ്.
യു ഡി എന്നിരിക്കുന്ന യു അപ്പും ഡി ഡിസ്റ്റൻറ്റുമാണ്. അപ്പോൾ അപ്പ് ഡിസ്റ്റൻറ്റ്, അപ്പ് ലൈനിലെ ഡിസ്റ്റൻസ് സിഗ്നലാണിത്. ഓ അങ്ങനെ മെയിൻ ലൈനിലാണ് പ്ലാറ്റ്ഫോം ഇരിക്കുന്നത്. മെയിൻ ലൈനിലാണ് പ്ലാറ്റ്ഫോം മെയിൻ ലൈനിലായതുകൊണ്ട് നമ്മൾ ലൂപ്പ് വഴി കയറി ഇറങ്ങി പോയേ പറ്റുള്ളൂ. ഇവിടെ വീണ്ടും ഹൈ റൈസ് പാൻറ്റുമായി. ഇതെപ്പോഴും ഹൈ റൈസ് ആയെന്ന് അറിയില്ല കേട്ടോ. വൽസാഡ് ഷെഡിന് 22562 ആണ് ലോക്കോ. ഇതാണ് മുംബൈ സെൻട്രൽ ഓഖ സൗരാഷ്ട്ര മെയിൽ. ഈ റേക്കാണ് ഓഖെ ചെന്നിട്ട് പിന്നെ ഓഖ വെരാവൽ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. അയ്യേ പറ്റിച്ചേ, ലോക്കോ ഇല്ലേ. അത് പുതിയ പ്ലാറ്റ്ഫോമിൽ പണി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ലതായിട്ട്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. ഇപ്പോൾ തന്നെ ഡബിളിങ് വർക്ക് നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറേ നേരത്തിന് ക്രോസിങ്സ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഏകദേശം ഒരു 11 മണിയോട് കൂടി നമ്മൾ രാജ്കോട്ടിലെത്തും. ഒരു മണിക്കൂറും കൂടി ഉണ്ട് രാജ്കോട്ടെത്താൻ. ഇപ്പോൾ മണി 10 കഴിഞ്ഞു. ഞാനിപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ദൂരമായിട്ട് എന്തോ ഒരു ഡാം പോലൊരു സാധനമുണ്ട്. അവിടെ ഡാമിൻ്റെ ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഹഡ്മാട്ടിയ എന്ന് പറഞ്ഞ ജംഗ്ഷൻ സ്ഥലമുണ്ട്. ഹഡ്മാട്ടിയ മുതൽ ഡബിളാണ് ലൈൻ. ഡാമുണ്ട് കേട്ടോ. ഹഡ്മാട്ടിയ ജംഗ്ഷൻ എന്നാണ് വേറസ്മ ട്രെയിൻ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ കണക്കിൽ ഹഡ്മാട്ടിയാണ്. കാര്യം ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറെ ലൈനൊന്നുമില്ല ജംഗ്ഷൻ ആവാൻ. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈനാണ് ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ ലൈൻ. ഇനി നമുക്ക് ഇവിടെ മുതൽ മഹാരാഷ്ട്രയിലെ കൊങ്കൺ റെയിൽവേയിൽ കയറിയിട്ട് വീർ സ്റ്റേഷൻ വരെ നമുക്ക് ഡബിൾ ലൈനാണ്. വീർ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, വീർ മുതൽ മജോർദ വരെ സിംഗിളും, മജോർദ മഡ്ഗാവ് ഡബിള്, മഡ്ഗാവ് മുതൽ പിന്നെ ജോക്കാട്ടെ വരെ സിംഗിള്, ജോക്കാട്ടെ മുതൽ ഷൊർണൂർ വരെ ഡബിള്, ഷൊർണൂരല്ല എറണാകുളം വരെ ഡബിളാണ്. നമ്മൾ കോഴിക്കോട് ഇറങ്ങി. നമ്മൾ രാജ്കോട്ട് സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. ഇതൊരു ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഇവിടെ ഏകദേശം 5-10 മിനിറ്റ് നമ്മൾ കിടക്കും. 5 മിനിറ്റാണെന്ന് തോന്നുന്നു ഒഫീഷ്യൽ ഹോൾട്ട്. എനിക്കൊന്ന് വാട്ടറിങ് ഉണ്ടെന്ന് തോന്നുന്നു വണ്ടിക്ക് ഇവിടെ. നമുക്കെന്തായാലും ഒന്ന് വാട്ടറിങ് വേണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം.
ബാറ്ററി കാറുള്ള വണ്ടി കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വാട്ടർ ബോട്ടിൽ എപ്പോഴായാലും നമുക്ക് കിട്ടും. മുന്നൂരി നമ്മൾ 2-3 കോച്ച് അപ്പുറത്തെ പാൻട്രി കാണാം. മുന്നൂരി അവിടെ വെള്ളം മേടിച്ചുകൊണ്ട് വരാം. പക്ഷെ ഞാൻ കഴിവതും സ്റ്റേഷനുകളിൽ നിന്ന് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചില്ലറയുടെ വർത്തമാനമൊന്നുമില്ല. 2 ബോട്ടിൽ വെള്ളം കൊടുക്കുന്നു, 28 രൂപ UK ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഗുഡ് ഷെഡാന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ഗുഡ് ഷെഡാണ്. രാജ്കോട്ട് സ്റ്റേഷനോട് കയറാറായി. WDG4 12515 കിടക്കുന്നു ഒരു ഫ്ലൈറ്റ്. അപ്പുറത്ത് കാണുന്നതാണ് രാജ്കോട്ടിലെ കോച്ചിങ് യാർഡ്. ഇത് പിറ്റ് ലൈനിലാണ് ആ റേക്ക് കിടക്കുന്നത്. ആ കാണുന്ന റേക്ക് കിടക്കുന്ന പിറ്റ് ലൈനിലാണ്. രാജ്കോട്ട് ഡൽഹി സരായ് രോഹില്ല എന്നാണ് ബോർഡ്. ഏതാ ട്രെയിൻ അറിയില്ല. അതിനപ്പുറത്തെ വലിയ ഷെഡ് കാണുന്നതാണെന്ന് തോന്നുന്നു IOH ഡിപ്പോ. അപ്പുറത്തെ കാണാണ്ട് ഒരു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഷണ്ടിങ്ങിന് 13516 ഉണ്ട്. അതായത് പിറ്റ് ലൈൻസ്. അതിനപ്പുറത്ത് വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഇപ്പുറത്തുനിന്ന് കയറി വരുന്ന ലൈനാണ് വെരാവലിൽ നിന്ന് വരുന്ന ലൈൻ. നമ്മളതുവഴിയായിരുന്നു യാത്ര ചെയ്ത കഴിഞ്ഞ ഇതിൽ. നമ്മൾ ട്രിവാൻഡ്രം വെരാവൽ എക്സ്പ്രസ്സിന് ആ ലൈൻ വഴിയായിരുന്നു നമ്മൾ പോയത്. ഹൈറേസ് പാൻറ്റോ സെക്ഷൻ തന്നെയാണ്. ഹൈറേസ് പാൻറ്റോ സെക്ഷനാണ് അങ്ങ് സാനന്ദ എത്തുന്നവരെ. ജസ്റ്റ് രാജ്കോട്ട് സ്റ്റേഷനിലേക്ക് കയറുന്നു. നമ്മുടെ കോച്ചിനടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കട ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് വെള്ളവും വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്റ്റേഷനിലൊന്നും പ്ലെയിൻ സോഡ വിൽപ്പനയ്ക്ക് വരാറില്ല. ഈ ഷുഗർ എന്താ പറയുക, സ്വീറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാത്രമേ വരാറുള്ളൂ. പ്ലെയിൻ സോഡ വന്നാലേ അത് ഗ്യാസൊക്കെ കയറി കഴിഞ്ഞാൽ പ്ലെയിൻ സോഡ നല്ല സുഖമാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി. വഡോദരയുടെ 39086 കിടക്കുന്നു. അത് രാജ്കോട്ട് സോംനാഥ് എക്സ്പ്രസ്. അതായത് രാജ്കോട്ട് വെരാവൽ പാസഞ്ചർ. അൺഫോർച്ചുനേറ്റ്ലി ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കാൻ പറ്റില്ല. ഡോറൊക്കെ പാക്ഡ് ആണ് ഓൾറെഡി. നമ്മൾ വെരാവലിലോട്ട് പോയപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരുന്നു വന്നത്. അന്ന് ഹെവി ചെക്കിംഗ് ആയിരുന്നു അവിടെ. മറ്റേ ലിക്കർ ചെക്കിംഗ് ആയിരുന്നു അവിടെ. ഇപ്പോൾ ഗുജറാത്ത് വിട്ടു പോകുന്ന വണ്ടിയുണ്ട് ലിക്കർ ചെക്കിംഗ് ഉണ്ടാവില്ല. കാര്യം ഇവിടെ ലിക്കർ കിട്ടില്ലല്ലോ മേടിച്ചോണ്ട് പോകാൻ. ഗോവയിലൊക്കെ ചില ട്രെയിനുകളിൽ ലിക്കർ ചെക്കിംഗ് ആണ്. അതിൽ ഗോവയിൽ നിന്ന് മറ്റേ ദൂദ്സാഗർ വഴി പോകുന്ന ട്രെയിനിലൊക്കെ കർണാടകക്കാർ ലിക്കർ ചെക്കിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ രാജ്കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി നിർത്തിയിട്ട് വേണം പോയി എന്തെങ്കിലും മേടിക്കാൻ. കട വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ ഒരു വാപ്പ് സോൺ കിടക്കുന്നുണ്ട് 37425. ഇതൊന്ന് വെസ്റ്റേൺ റെയിലിൽ ഇപ്പോൾ എല്ലാത്തിനും വാപ്പ് സോണാണ് കൊടുക്കുന്നത്. LHB വണ്ടികൾക്ക് മാത്രം വാപ്പ് 4, ബാക്കി എല്ലാത്തിനും വാപ്പ് സോണാണ്.